നമസ്കാരം. മൈടെക്സ് മലയാളത്തിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫ്രിഡ്ജ് മേക്ക് ഓവറാണ് കേട്ടോ. ഫ്രിഡ്ജ് മേക്ക് ഓവറിന് വേണ്ടിയിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സ്റ്റിക്കർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓൾഡ് ഫ്രിഡ്ജിന് ഒരു പുതിയൊരു മേക്ക് ഓവർ അത്ര ഉദ്ദേശിച്ചിട്ടാണ്. 240 റുപ്പീസാണ് അവർ ഈ ഒരു സ്റ്റിക്കറിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ സ്റ്റിക്കറാണ്. അപ്പം അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. 5 റേറ്റിംഗ് സ്റ്റാർസും എക്സലൻസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തത്. അതുപോലെ അതിൻ്റെ ഇമേജസും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഇമേജസൊക്കെ കണ്ടിരുന്നു. ബട്ട് എൻ്റെ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിലോട്ട് വന്നപ്പോഴത്തേക്കും അതത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ എന്ന് ഞാൻ പറയും. ഒരു 80% ഓക്കെ ആണ്. ബിക്കോസ് അതിൻ്റെ ഓൾഡ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറൊക്കെ ഫെയ്ഡായിട്ട് ആകെ മോശമായിരുന്നു. അപ്പോൾ പിന്നെ ഇത് റീപെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ടും അഫോർഡബിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് ഒരു മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ തന്നെയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിക്കർ ചൂസ് ചെയ്തത്. അത്യാവശ്യം ഒരു മേക്ക് ഓവർ ആയിട്ടുണ്ട്. ബട്ട് ഇതിന് സംഭവിച്ചിരിക്കുന്ന കുറച്ച് ഡിഫോൾട്ടും കാര്യങ്ങളും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ എല്ലാ പോർഷനിലും കണ്ടോ സ്റ്റിക്കായിട്ടിരിക്കണില്ല. ചില പോർഷനിൽ നിന്ന് അത് വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബബിൾസ് അത് ഒട്ടിച്ചതിൻ്റെ മിസ്റ്റേക്കാണോ അത് നമ്മൾ സാധാരണ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചപ്പം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് വരും, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡോറിൻ്റെ ഒരു പോർഷനുണ്ട്. ആ ഒരു പോർഷനിലോട്ട് നമുക്കിത് ഒട്ടിക്കണമെങ്കിൽ ഈ സ്റ്റിക്കർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാത്രമേ ഒട്ടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അതർവൈസ് നമ്മൾ കുറച്ച് ഇപ്പം വേറൊരു സ്ഥലത്തു നിന്നൊക്കെ ഈ ഒരു ഫ്രിഡ്ജിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ഫ്രിഡ്ജിൻ്റെ ലുക്ക് തന്നെ നമുക്ക് ലഭിക്കും. നല്ലൊരു മേക്ക് ഓവറായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു ചെറിയ അപാകത ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നോൺ സ്റ്റിക്കി അത് സ്റ്റിക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു രണ്ട് പേരുടെ ഹെൽപ്പ്, ഞാൻ തനിയാണ് ഒട്ടിച്ച്, 2 പേര് ചേർന്ന് കുറച്ചുകൂടി പേഷ്യൻസോടെ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പഴയ ഫ്രിഡ്ജാണെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഒരു മേക്ക് ഓവറിന് ബെറ്റർ ഓപ്ഷൻ ഞാനൊരു ഇങ്ങനെ ഫ്രിഡ്ജിന് സ്റ്റിക്കേഴ്സാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്ന പോലെ വാൾ സ്റ്റിക്കർ ഫ്രിഡ്ജിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഭംഗി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം നിങ്ങൾ ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് തന്നെ വാങ്ങിച്ചിട്ട് അതൊരു കുറച്ചും കൂടി എക്സ്പെൻസീവാണ് നമ്മുടെ വാൾ സ്റ്റിക്കറിന് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ നല്ലൊരു ലുക്കും മേക്ക് ഓവറും നിങ്ങളുടെ ഫ്രിഡ്ജിന് കൊണ്ടുവരാൻ സാധിക്കും. ഏകദേശം ഒരു പുതിയ ഫ്രിഡ്ജിൻ്റെ ലുക്കോട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് മനസ്സിലാകും. അത്യാവശ്യം നല്ലൊരു മേക്ക് ഓവറിലോട്ട് ഈ ഒരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്. കുറച്ച് പോർഷന് മാത്രം അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും മീഷോയിൽ നിന്ന് വാങ്ങി ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ അധികം മണി റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.